ശബരിമലയിലെ നെയ്യ് ക്രമക്കേടിന് വഴിയൊരുക്കിയത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഗുരുതരാനാസ്ഥ. ശബരിമല മെയിൻ സ്റ്റോറിൽ നടക്കുന്നത് അനധികൃത പർച്ചേസുകൾ എന്ന റിപ്പോർട്ട്, മുൻ വിജിലൻസ് റിപ്പോർട്ടുകൾ ദേവസ്വം ബോർഡ് അവഗണിച്ചു. ക്രമക്കേടുകളുടെ സൂത്രധാരനെന്ന് കണ്ടെത്തിയ സ്റ്റോർ സൂപ്രണ്ടിനെതിരെ നടപടിയെടുത്തില്ല. 5 വർഷം മുമ്പ് നൽകിയ വിജിലൻസ് റിപ്പോർട്ടിന്റെ പകർപ്പ് ന്യൂസ് മലയാളത്തിന്. ചന്തു ചന്ദ്രശേഖറാണ് വാർത്തയുമായി നമുക്കൊപ്പം ചേരുന്നത്. ഗുഡ് മോർണിംഗ് ചന്തു. ഇതിപ്പോ ഇക്കാര്യത്തിൽ, അതായത് ഈ ക്രമക്കേടുകളെക്കുറിച്ച്, പല തട്ടിപ്പുകളെക്കുറിച്ചുമൊക്കെ അന്വേഷണം നടക്കുന്ന ഘട്ടത്തിൽ തന്നെ അതിന് സമാന്തരമായി അവിടെ വേറെ തട്ടിപ്പുകൾ നടന്നിരുന്നു എന്ന് കൂടുതൽ വ്യക്തമാവുന്നതല്ലേ ഈ നെയ്യ് ക്രമക്കേടുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ട്? ഗുഡ് മോർണിംഗ് ഹർഷൻ. അങ്ങനെ തന്നെയാണ്. വലിയ ക്രമക്കേട് ഇതുമായി ബന്ധപ്പെട്ട് നടന്നു എന്ന് വ്യക്തമാക്കുന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതിൽ പ്രധാനം ഇപ്പോൾ ഈ നെയ് ക്രമക്കേട് അത് നടക്കാനുള്ള സാഹചര്യം തന്നെ ഇത്തരത്തിൽ നേരത്തെ വിജിലൻസ് നൽകിയ റിപ്പോർട്ടുകൾ ദേവസ്വം ബോർഡ് അവഗണിച്ചതിനെ തുടർന്നാണ് എന്ന് ഈ റിപ്പോർട്ട് തന്നെ വ്യക്തമാക്കുന്നു. അതായത് വിജിലൻസ് 2021 ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിൽ ദേവസ്വം വിജിലൻസ് തന്നെ ശബരിമലയിൽ പരിശോധന നടത്തി. അപ്പോൾ ഈ ശബരിമലയിലേക്ക് സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്നത് ശബരിമല ദേവസ്വം മെയിൻ സ്റ്റോർ ആണ്. ഈ മെയിൻ സ്റ്റോർ കേന്ദ്രീകരിച്ച് വലിയൊരു തരത്തിലുള്ള തട്ടിപ്പും ക്രമക്കേടും നടത്തുന്നുവെന്ന് അന്ന് വിജിലൻസ് നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയിരുന്നു. ഇതിന് വിജിലൻസ് പലതവണ ഈ മെയിൻ സ്റ്റോറിൽ മിന്നൽ പരിശോധന നടത്തി. ആ മിന്നൽ പരിശോധനയിൽ സാധാരണ ശബരിമലയിൽ ഉപയോഗിക്കുന്നതിനേക്കാൾ 5 ഇരട്ടി സാധനങ്ങൾ കൂടുതൽ പർച്ചേസ് ചെയ്യുന്നുവെന്ന് കണ്ടെത്തിയിരുന്നു. അതിൽ നെയ്യ് ഉൾപ്പെടെയുള്ള സാധനങ്ങൾ 5 ഇരട്ടി കൂടുതൽ പർച്ചേസ് ചെയ്യുന്നതായി അന്ന് ദേവസ്വം ബോർഡ് വിജിലൻസ് പരിശോധനയിൽ കണ്ടെത്തി. അതിൽ അന്നത്തെ ഈ സ്റ്റോർ സൂപ്രണ്ടായിരുന്ന വ്യക്തിക്ക് നിർണായകമായ പങ്കുണ്ട്. മാത്രമല്ല ഉദ്യോഗസ്ഥർക്ക് അടക്കം ഇതിൽ പങ്കുണ്ട് എന്ന് ദേവസ്വം വിജിലൻസ് കണ്ടെത്തുകയുണ്ടായിരുന്നു. തുടർന്ന് ഈ റിപ്പോർട്ട് ദേവസ്വം ഓംബുഡ്സ്മാന് സമർപ്പിക്കുകയും ദേവസ്വം ബോർഡിന് സമർപ്പിക്കുകയും ചെയ്തു. പക്ഷേ ഈ റിപ്പോർട്ട് ദേവസ്വം ബോർഡ് പൂഴ്ത്തിവെക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഇതിൽ തുടർ നടപടികൾ ഒന്നും ഉണ്ടായില്ല. ഉദ്യോഗസ്ഥർക്കടക്കം വലിയ തരത്തിൽ പങ്കുണ്ടെന്ന് സൂചിപ്പിക്കുന്ന ഈ റിപ്പോർട്ട്, മാത്രമല്ല ദേവസ്വം ബോർഡിന് ലക്ഷങ്ങളുടെ നഷ്ടമുണ്ടാക്കുന്നു എന്ന് സൂചിപ്പിക്കുന്ന സുപ്രധാനമായ റിപ്പോർട്ട് ദേവസ്വം ബോർഡ് പൂഴ്ത്തിവെച്ചു. തുടർ നടപടികൾ ഉണ്ടാകാത്ത സാഹചര്യത്തിൽ തന്നെയാണ് ഇപ്പോൾ ഈ നെയ് ക്രമക്കേടിന് വഴിയൊരുക്കിയതെന്നും വ്യക്തമാക്കുന്നതാണ്. മാത്രമല്ല ദേവസ്വം ബോർഡ് അന്ന് നൽകിയ റിപ്പോർട്ടിൽ കൃത്യമായി തന്നെ ചില ശുപാർശകൾ നൽകിയിരുന്നു. അതിൽ ആദ്യം അവർ പറഞ്ഞിരുന്നത് ശബരിമലയിലേക്ക് സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്ന സംവിധാനത്തിൽ ഒരു കൃത്യമായ ഓഡിറ്റ് നടത്തണം. പക്ഷേ ആ ഓഡിറ്റ് നടത്തപ്പെട്ടില്ല. ഇനി ഈ സൂപ്രണ്ടിനെതിരെ, അതായത് ഈ തട്ടിപ്പുകൾക്കൊക്കെ സൂത്രധാരനെന്ന് കരുതപ്പെടുന്ന ഈ സ്റ്റോർ സൂപ്രണ്ടായിരുന്ന വ്യക്തിക്കെതിരെ കൃത്യമായ അന്വേഷണം നടത്തണം. അത് ദേവസ്വം വിജിലൻസിന് പരിമിതിയുണ്ട്. അതുകൊണ്ട് തന്നെ സംസ്ഥാന വിജിലൻസ് ഈ അന്വേഷണം നടത്തണമെന്ന ഒരു ശുപാർശ അന്ന് മുന്നോട്ട് വെച്ചിരുന്നു. മാത്രമല്ല ഈ കച്ചവടക്കാർക്ക്, അതായത് ഈ സാധനങ്ങൾ സപ്ലൈ ചെയ്യുന്ന കച്ചവടക്കാർക്ക്, ടെൻഡർ എടുക്കുന്നവർക്കൊക്കെ ഇതിൽ പങ്കുണ്ടെന്ന് ദേവസ്വം ബോർഡ് കണ്ടെത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ ഇവരെക്കുറിച്ചും കൃത്യമായ അന്വേഷണം നടത്തണമെന്ന ശുപാർശ, ആ ശുപാർശയൊക്കെ ദേവസ്വം ബോർഡ് പൂഴ്ത്തിവെച്ചു. അതിന്മേൽ ഒരു നടപടിയും എടുത്തില്ല. ആ സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ ഈ നെയ് ക്രമക്കേട് ഉണ്ടായതെന്ന് കൂടി വിലയിരുത്തേണ്ടി വരും. മാത്രമല്ല 2017 മുതൽ ഇത്തരത്തിൽ വലിയ തരത്തിൽ വ്യാജ പർച്ചേസുകൾ അവിടെ നടക്കുന്നതായാണ് വിജിലൻസിൻ്റെ കണ്ടെത്തൽ. അതുകൊണ്ട് ആ തരത്തിലൊരു അന്വേഷണം വേണമെന്നും വിജിലൻസ് ശുപാർശ ചെയ്തിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ദേവസ്വം മന്ത്രി ഈ നെയ് ക്രമക്കേടുമായി ബന്ധപ്പെട്ട് ഒരാഴ്ചയ്ക്കുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിൽ ദേവസ്വം വിജിലൻസും ക്രൈംബ്രാഞ്ചും അന്വേഷണം നടക്കുന്നുണ്ട്. ഈ റിപ്പോർട്ട്, ദേവസ്വം വിജിലൻസിൻ്റെ റിപ്പോർട്ട് ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ ലഭിക്കണമെന്ന് ദേവസ്വം മന്ത്രി ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷേ ഇത് നെയ് ക്രമക്കേടിൽ മാത്രം ഒതുങ്ങി നിൽക്കേണ്ട ഒരു വിഷയമല്ല. 2017 മുതലുള്ള കാര്യങ്ങൾ സമഗ്രമായി തന്നെ പരിശോധിച്ചാൽ ഇപ്പോൾ പുറത്തു വന്ന ഈ മഞ്ഞുമലയുടെ അറ്റം മാത്രമല്ല വലിയ ക്രമക്കേടുകൾ പുറത്തു വരുമെന്നാണ് വ്യക്തമാക്കുന്നത്. ഹർഷ.